സഹൃദയരെ, എല്ലാവർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 51ാമത് എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ രാമനാട്ടുകരയിൽ നിന്ന്, അഥവാ രാമനാട്ടുകര ബൈപ്പാസിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാത കടന്നു പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച് തെക്കോട്ട് മലപ്പുറം ജില്ലയിലേക്ക് കടന്ന് ഇടിമുഴിക്കലും കാക്കഞ്ചേരിയും ചേളാരിയുമൊക്കെ കവർ ചെയ്തുകൊണ്ട് വെളിമുക്ക് വരെ നീണ്ടുകിടക്കുന്ന ഏറ്റവും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോയാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്ന വീഡിയോയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നു പോകുന്ന രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ പുതിയ ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ പില്ലറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ വീഡിയോകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ 1-2 മാസങ്ങളായി കാര്യമായ വീഡിയോകളൊന്നും തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും തിരക്കുകളും കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനോ ഉള്ള ചില പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ടാണ് കഴിഞ്ഞ 1-2 മാസങ്ങളായി വേണ്ട രീതിയിൽ ചാനലിനെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നത് എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. പല പ്രേക്ഷകരും യഥാസമയം വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിന് കാരണം അന്വേഷിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പല ആളുകളും ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട്, വാട്സപ്പിലും ഫോണിലും ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. തികച്ചും വ്യക്തിപരമായ ചില തിരക്കുകളിൽപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയത്. പിന്നെ നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ വരുന്ന മുറക്ക് അല്ലാതെ വീണ്ടും കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളും കൂടെ അതിനകത്തുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇവിടെ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി കടന്ന് ഇടിമുഴിക്കലെത്തുന്നതോടുകൂടി അവിടങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ പാർശ്വഭിത്തികളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇടിമുഴിക്കൽ അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ റീഅലൈൻമെന്റ്, പുതിയ റോഡ്, അതിൻ്റെ മണ്ണ് ഫില്ലിംഗ് പ്രവൃത്തികളും മറ്റും, അതിൻ്റെ പാർശ്വഭിത്തികളുടെ പ്രവൃത്തികളുമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടങ്ങളിൽ മണ്ണ് നിരപ്പാക്കി ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇടിമുഴിക്കലിനും കാക്കഞ്ചേരിക്കും ഇടയിലുള്ള പ്രദേശങ്ങളിൽ റോഡിൻ്റെ ഇടതുവശം മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഭാഗികമായ രീതിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ കാക്കഞ്ചേരി എത്തുന്നതോടുകൂടി കാക്കഞ്ചേരി വളവിൽ റോഡിൻ്റെ റീഅലൈൻമെൻറ്റ് പ്രവൃത്തികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാക്കഞ്ചേരി അങ്ങാടിയിലൊക്കെ റോഡ് വലിയ രീതിയിൽ വീതി കൂട്ടി ഇരുവശങ്ങളിൽ നിന്നും ഭൂമി ഏറ്റെടുത്ത് നന്നായി വീതി കൂട്ടി തന്നെയാണ് റോഡ് നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാക്കഞ്ചേരി വിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെട്ടിയാർമാട് പ്രദേശങ്ങളിലൊക്കെ റോഡിൻ്റെ വശങ്ങളിലുള്ള വീതി കൂട്ടിയെടുത്തിട്ടുണ്ട് എങ്കിലും പല പ്രവൃത്തികളും അവിടുത്തെ കൾവർട്ടുകളുടെ അതുപോലെ തന്നെ പാർശ്വ ഡ്രൈനേജ് ലൈനിൻ്റെയൊക്കെ പ്രവൃത്തികളാണ്, കോൺക്രീറ്റ് വർക്കുകളും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിലുള്ള വീതി കൂട്ടൽ പ്രവർത്തികളും മറ്റും നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ തകൃതിയായ രീതിയിൽ KNR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇടതടവില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ, നിർമ്മാണ വർക്കുകൾ വളരെ സജീവമായി തന്നെയാണ് ആ പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് കോഹിനൂർ പ്രദേശത്താണ്. കോഹിനൂർ പ്രദേശത്താണ് ഈ റീച്ചിലെ ട്രക്ക് ലൈബെ അറേഞ്ച് ചെയ്യുന്നത്. അഥവാ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ, ട്രക്കുകൾ നിർത്താനും അവർക്ക് വിശ്രമിക്കാനുമുള്ള സംവിധാനമായ ട്രക്ക് ലൈബെ ഇവിടെ കോഹിനൂർ ഭാഗത്താണ് അതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. അവിടെ പിന്നിട്ട് നമ്മൾ പാണമ്പ്ര വളവ് നിവർത്തിയാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്നത്. പാണമ്പ്ര
വളവ് കഴിഞ്ഞ് പിന്നീട് ചേളാരി പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവിടങ്ങളിലൊക്കെ പുതിയ റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ 1ഉം 2ഉം ഘട്ടം പൂർത്തീകരിച്ച സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രധാന റോഡിലേക്കുള്ള പ്രവർത്തനങ്ങൾ മാറ്റുന്നതിന് മുന്നോടിയായി പ്രധാന റോഡ് വർക്ക് തുടങ്ങുന്നതിന് മുന്നോടിയായി വശങ്ങളിലുള്ള സർവീസ് റോഡുകൾ തയ്യാറാക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ ചേളാരിയിൽ നിന്നും പരപ്പനങ്ങാടി റോഡ് തിരിയുന്ന ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ പാർശ്വഭിത്തികളുടെ പണി പൂർണ്ണമായും കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ഗൈഡറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളും പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രവർത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല അണ്ടർപാസിൻ്റെ ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡ് അതിൻ്റെ പാർശ്വഭിത്തികൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഇൻ്റർലോക്ക് കട്ടകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് അതിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അവിടം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പടിക്കൽ അണ്ടർപാസിൻ്റെ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ റോഡ് നിരപ്പാക്കിയിട്ടിരിക്കുന്നു. നിലവിലുള്ള റോഡിന് സമാന്തരമായി സർവീസ് റോഡിലൂടെ ആണ് ഇപ്പോൾ സർവീസ് റോഡ് നിർമ്മിച്ചുകൊണ്ട് വാഹന ഗതാഗതം അതിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിമുക്ക് അങ്ങാടിയെത്തുന്നതോടുകൂടി ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വെർച്വൽ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും സഹകരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കാൻ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.